അപ്പോൾ ആരാണ് ഇന്നത്തെ കുട്ടിത്താരം എന്നറിയണ്ടേ? അന്നമോളാണ് ഇന്നത്തെ കുട്ടിത്താരം. ആരാണ് അന്ന എന്ന് ചോദിച്ചാൽ, അന്ന ദിവസങ്ങളോളം നടന്ന് മൗണ്ട് എവറസ്റ്റിന്റെയും കിളിമഞ്ചാരോയുടെയും ഒക്കെ ഉയരങ്ങളിൽ എത്തുക, പർവ്വത മലനിരകളുടെ നെറുകയിൽ ചെറുപ്പം മുതൽ തന്നെ അഭ്യസിക്കുന്ന തായ്ക്കൊണ്ടോ പ്രകടനം നടത്തുക. ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ചേർത്തല സ്വദേശിയായ 8ാം ക്ലാസ്സുകാരി അന്നയുടെ സാഹസിക വിനോദങ്ങൾ. അല്പം ഉയരം കൂടുതലാണ് കേട്ടോ, കാണാം. ഒരു സാധാരണ 8ാം ക്ലാസ്സുകാരിയുടെ മനക്കരുത്തല്ല അന്ന മേരിയുടേത്. പർവ്വതാരോഹകർ വലിയ വെല്ലുവിളിയായി കാണുന്ന ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ ഈ കൊച്ചുമിടുക്കി കീഴടക്കിയത് വെറും 7 ദിവസങ്ങൾ കൊണ്ടാണ്. കിളിമഞ്ചാരോയിൽ തായ്ക്കൊണ്ടോ പ്രകടനം നടത്തുന്ന ആദ്യ വ്യക്തിയെന്ന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കിയാണ് മടങ്ങിയത്. ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിൽ എന്തോ പഠിച്ച സമയത്ത് അവർ കുട്ടികളായിരുന്നപ്പോൾ എന്ന് പറഞ്ഞ ബുക്കിൽ സന്തോഷ് യാദവിനെ പറ്റി വായിച്ചു. സന്തോഷ് യാദവ് ഹരിയാനക്കാരിയാണ്, 2 തവണ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ഹിമാലയത്തിലൊക്കെ ഒന്ന് പോകണം എന്ന് എനിക്ക് ആഗ്രഹം വന്നു. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ വെക്കേഷനും RSC കടവന്ത്രയിൽ 1 മാസം സമ്മർ ക്യാമ്പിന് പോയി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ റോക്ക് ക്ലൈമ്പിംഗ് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ എനിക്കത് നാച്ചുറലി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 29-നാണ് പിതാവിനൊപ്പം കിളിമഞ്ചാരോയിലേക്ക് യാത്ര ആരംഭിച്ചത്. ശക്തമായ കാറ്റും മരം കോച്ചുന്ന തണുപ്പും വെല്ലുവിളി ഉയർത്തിയെങ്കിലും പിന്നോട്ടിറങ്ങാൻ മാത്രം ഒരുക്കമായിരുന്നില്ല അന്ന. ഈ ലെമോഷോ റൂട്ടിൽ 5 വെജിറ്റേഷൻ സോൺസ് ഉണ്ട്. കൾട്ടിവേഷൻ സോൺ, റെയിൻ ഫോറസ്റ്റ്, ആൽപൈൻ ഡെസേർട്ട്, മൂർലാൻഡ്, ആർട്ടിക് സോൺ. ഞങ്ങൾക്ക് ഡേ 4 ബറാങ്കോ വാൾ ക്ലൈംബ് ചെയ്യണമായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡേയും അതായിരുന്നു. ബറാങ്കോ വാൾ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ വാളാണ്. അപ്പോൾ അത് ക്ലൈംബ് ചെയ്ത് വേണം നമുക്ക് അടുത്ത ക്യാമ്പിലേക്ക് പോകാനായിട്ട്. സാഹസിക യാത്രകൾക്കൊപ്പം ഫോട്ടോഗ്രാഫിയിലും താരമാണ് ഈ മിടുക്കി, അതും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി. വീടിന്റെ ചുമരുകളിൽ നിറയെ അന്ന പകർത്തിയ ചിത്രങ്ങൾ കാണാം. കോവിഡ് ടൈമിൽ ഞാൻ NA നസറിൻ്റെ ബുക്സൊക്കെ വായിച്ചു. അപ്പോൾ അന്നേരം എനിക്കും ഇതുപോലെ വൈൽഡ് ലൈഫിനെയൊക്കെ കാണാൻ പോകണം, പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കായിട്ട് പോകുന്നത്. പിന്നെ അപ്പച്ചൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മാർട്ടിനെങ്കിളാണ് ഞങ്ങളെ ഇതുപോലെ വൈൽഡ് ലൈഫിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. അന്നയുടെ യാത്രകളും ലക്ഷ്യങ്ങളും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 7 ഭൂഖണ്ഡങ്ങളിലെയും പർവ്വതനിരകൾ കീഴടക്കണമെന്നാണ് ആഗ്രഹം. ഇനി എനിക്ക് ബാക്കി 6 കൂടെ ക്ലൈംബ് ചെയ്യണം. റഷ്യയിലുള്ള മൗണ്ട് എൽബ്രസ്, സൗത്ത് അമേരിക്കയിലുള്ള മൗണ്ട് അക്കോൺകാഗ്വ, അങ്ങനെ എനിക്ക് 7 സമ്മിറ്റ് എല്ലാം ക്ലൈംബ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അന്നയ്ക്ക് തന്റെ തലമുറയിലെ കുട്ടികൾക്ക് ഒരു സന്ദേശം കൂടി നൽകാനുണ്ട്. സ്പോർട്സിലൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കലി മെൻ്റലി ഉള്ള ഫിറ്റ്നസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രഗ്സിന് പകരം സ്പോർട്സിനോട് അഡിക്റ്റ് ആവുക. ഗെറ്റ് അഡിക്റ്റഡ് ടു സ്പോർട്സ്, നോട്ട് ടു ഡ്രഗ്സ്. കിളിമഞ്ചാരോയിലെ ട്രക്കിങ്ങിനിടെ അന്നയെ എല്ലാവരും വിശേഷിപ്പിച്ചത് സിംബ എന്നാണ്. ആഫ്രിക്കയിലെ സ്വാഹിലി ഭാഷയിൽ സിംഹം എന്നർത്ഥം വരുന്ന ആ വാക്കല്ലാതെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത പോരാട്ട വീര്യത്തെ വിശേഷിപ്പിക്കാൻ മറ്റൊരു പേര് വേറെ എന്താണ്? ന്യൂസ് മലയാളം, ആലപ്പുഴ.